കർണാടകയിലെ ബെലഗാവി ജില്ലയിൽ സൈബർ കുറ്റവാളികൾ 50 ലക്ഷം രൂപ കബളിപ്പിച്ചതിനെ തുടർന്ന് വൃദ്ധ ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. ദിയങ്കോ നജാരത്ത് എന്നയാൾ കഴുത്തറുത്തും ഭാര്യ പ്ലവിയാന നരാജത്ത് വിഷം കഴിച്ചുമാണ് ജീവനൊടുക്കിയിരിക്കുന്നത്. ഡൽഹി ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണെന്ന് വ്യാജമായി ചമഞ്ഞെത്തിയ തട്ടിപ്പുകാരുടെ ഭീഷണിയെ തുടർന്ന് ദമ്പതികൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് തട്ടിപ്പുകാർ വീഡിയോ കോൾ വഴി ദമ്പതികളെ ബന്ധപ്പെട്ടു. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യാജമായി ആരോപിച്ചു. ദമ്പതികളുടെ മൊബൈൽ നമ്പറും ID പ്രൂഫും ചോർന്നതായി സൈബർ കുറ്റവാളികൾ അവകാശപ്പെടുകയും ഒത്തുതീർപ്പ് ഫീസായി 5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. മഹാരാഷ്ട്ര സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തിരുന്ന വിരമിച്ച ദമ്പതികളാണ് തുക നൽകിയത്. എന്നിരുന്നാലും പീഡനം അവസാനിച്ചില്ല. തട്ടിപ്പുകാർ ഭീഷണിപ്പെടുത്തുകയും കൂടുതൽ പണം തട്ടിയെടുക്കുകയും ചെയ്തു. ഇത് മൊത്തം 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടത്തിന് കാരണമായി. കുട്ടികളോ അടുത്ത ബന്ധുക്കളോ ഇല്ലാത്ത ദമ്പതികൾ ഭീഷണികളെക്കുറിച്ചോ പണം തട്ടിയെടുക്കുന്നതിനെക്കുറിച്ചോ ആരെയും അറിയിച്ചിരുന്നില്ല. കൊലപാതകമാണെന്ന് ആദ്യം സംശയിച്ചിരുന്നെങ്കിലും ദമ്പതികളുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുക്കുകയും അവരുടെ മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിക്കുകയും ചെയ്തതായി അന്വേഷണം വഴിത്തിരിവായി മാറിയത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ബെലഗാവി BIMS ആശുപത്രിയിലേക്ക് അയച്ചു. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഞങ്ങൾ പരിശോധിച്ചു. തട്ടിയെടുത്ത ആകെ തുകയുടെ കണക്ക് ഇപ്പോഴും കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഗുരുതരമായ കാര്യമാണ്. വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്ന് നന്ദ്ഗഡിൽ നിന്നുള്ള ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്.